നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കൽപ്പറ്റയാണ്, വയനാട് കൽപ്പറ്റ. ഇവിടെ ചൂരൽമല ഉരുൾപൊട്ടലുണ്ടായി വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ പുതിയ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു പ്രദേശമാണ്, കൽപ്പറ്റ ടൗണിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഇത് വലിയൊരു ടൗൺഷിപ്പ് പോലെ ഫുള്ള് ബിൽഡിങ്ങുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബിൽഡിങ്ങുകൾ വരുന്നുണ്ട്, പള്ളികൾ വരുന്നുണ്ട്, അമ്പലം, ഹോസ്പിറ്റൽ, അതൊക്കെ ഭാവിയിൽ വരും. അങ്ങനത്തെ ഒരു സംഭവമാണിത്. അപ്പം നമുക്കിപ്പോൾ കുറച്ച് വീടുകളൊക്കെ പണി പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളിലൊക്കെ നമുക്ക് കയറി കണ്ടു നോക്കാം. ഇതിപ്പോൾ കുറച്ച് വീടുകളാട്ടോ, വരിവരിയായിട്ട് 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ട്. എല്ലാം ഇങ്ങനെ അടുപ്പിച്ചുണ്ടാക്കിയിട്ടേക്കണേ. പണി പൂർത്തിയായി വരുന്നല്ലേ ഉള്ളൂ. ഇതാണൊരു വീടിൻ്റെ പുറമേ നിന്നുള്ള കാഴ്ച. ഇങ്ങനെ വരും, ചെറിയൊരു മുറ്റം വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബാക്കി എല്ലാ വീടുകളും, എല്ലാം ഒരേപോലെ കണ്ടില്ലേ. സ്റ്റെയർ കേസ് ഫ്രണ്ടിൽ കൂടി ഇട്ടിട്ടുണ്ട്. സംഭവമൊക്കെ നല്ല പ്ലാനിങ് അല്ലേ. ചെറിയ മുറ്റം, എല്ലാവർക്കും എല്ലാം അടുപ്പിച്ചടുപ്പിച്ചാ. ഇതെന്ന് പറഞ്ഞാൽ എത്ര നോക്കത്താ ദൂരത്തോളം കിടക്കുക കേട്ടോ. അതിങ്ങനെ എവിടേക്കാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണമെന്നൊരു പിടുത്തമല്ല. കുറേ ദൂരെയൊക്കെ ഉണ്ട്. ഇത് ഈ കാണുന്നതൊന്നും അല്ല, ഞാൻ കാണിച്ചാൽ അങ്ങ് ദൂരെയൊക്കെ വേറെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിവിടെ കൊണ്ടൊന്നും തീരുന്നില്ല, കണ്ടില്ലേ. അവിടെ വേറെ ഉണ്ടാക്കുന്നുണ്ട്. ഭയങ്കര കൺസ്ട്രക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ചയാണ്, എന്നിട്ടും പണി നടപ്പുണ്ട്. അതിൻ്റെയൊക്കെ അവിടെ ഭിത്തിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയുള്ള മിറ്റമൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുക ല്ലേ. വീടിൻ്റെ മിറ്റമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഗേറ്റൊക്കെ വെച്ചു അവിടെ. എല്ലാം ലെവലാക്കിക്കൊണ്ടിരിക്കുക. അതിനകത്തൊക്കെ പണി നടപ്പുണ്ട്, കയറ്റൂല. സിമെൻ്റൊക്കെ വിട്ടുപോയിട്ടുണ്ടല്ലോ, അവിടുന്ന് സിമെൻ്റൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അവർക്കൊന്നും അറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഉള്ളിൽ കയറി കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം കയറി കണ്ടോളാൻ പറഞ്ഞു അവർ പണിക്കാർ. അപ്പം വീടിൻ്റെ തിണ്ണയാണ് ഈ വരുന്നത്, കയറി ചെല്ലുന്ന ഭാഗം. ഇങ്ങനെ കയറി വരുമ്പം നല്ല വലിയൊരു ഹാളാട്ടോ. ഫാൻ BLDC ഫാനൊക്കെയാണല്ലോ കൊടുത്തേക്കണേ. ഫാനുണ്ട്. ഇതാണ് അടുക്കള. ഇത് സ്റ്റോർ റൂമായിരിക്കും അല്ലേ. സ്റ്റോറായിരിക്കും. ഇതൊരു ബാത്റൂം. നല്ല വീടാണല്ലോ അല്ലേ. ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ള റൂമൊക്കെ നല്ല വലുതാട്ടോ. ഇവിടെ നമുക്ക് പുറത്തേക്കുള്ള എല്ലാ കാഴ്ചയും കിട്ടും. നല്ല മുകളിലേക്ക് കയറി നോക്കാം നമുക്ക്.
ഇതാണ് വീടിൻ്റെ ടെറസ്. എനിക്ക് തോന്നണം ഇത് സോളാർ വയ്ക്കാനുള്ള പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ വീടിനും ഉണ്ട് കേട്ടോ സോളാർ. നമുക്ക് സോളാർ വയ്ക്കാനുള്ള സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ വീടിനും ഉണ്ട്. അടുത്തടുത്ത വീടുകൾക്ക് എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്തുള്ള വേറൊരു വീടാണ്. ഞാൻ കേട്ട പോലെ കരുതിയ പോലെ ഒന്നുമല്ല കേട്ടോ. നല്ല അടിപൊളി വീടുകളല്ല. 2 റൂമാണ് ഒരു വീടിനുള്ളത്. ഒരു റൂം ബാത്ത് അറ്റാച്ച്ഡ്, പിന്നെ ഒരു സാധാ റൂം, പിന്നെ ഒരു കോമൺ ബാത്റൂം, ഒരടുക്കള, സ്റ്റോർ റൂം. വീട് പണിക്കുള്ള എന്തൊക്കെയോ സാധനങ്ങളാട്ടത്. പിടുത്തമില്ല അത്. അടുത്തൊരു ഇടനാഴി, അതിൻ്റെ അവിടെ നിന്നും താഴേക്ക് കുറേ വീടുകൾ. പൊന്നോ, ഇതിനൊരു അവസാനമില്ലാത്ത സംഭവം. ഗേറ്റൊക്കെ വെച്ച് ടൈലൊക്കെ ഇട്ട് വീടിൻ്റെ മുറ്റത്ത്. ഈ വീട്ടിലെ ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ കൂടെ വന്ന ആൾക്കാരാന്നേ ഉള്ളൂ. ഇവിടെ ടൈലൊക്കെ ഇട്ട് നല്ല റെഡിയാക്കി. അപ്പോൾ ആദ്യം കണ്ടക്കൂട്ട് തന്നെ വേറൊരു വീടാണ്. നമുക്കിതും കൂടി കയറി നോക്കാം. ആദ്യം എല്ലാത്തിനും ഒറ്റ പ്ലാനല്ലേ. അത് കയറിയ പോലെ തന്നെ ഇവിടെ. ഇത് വാഷ് ബേസൺ, ഇതിൻ്റെ ബാത്റൂം ഇവിടെ ആയിരുന്നു. ഓ, അലമാരിയൊക്കെ ഫിറ്റ് ചെയ്തല്ലോ. മൾട്ടിവുഡിലുള്ളതാണ്. മൾട്ടിവുഡാ. സാധനം വെച്ചു, ജനലും വെച്ചു, ചെറിയൊരു ജനല്. ബാത്റൂം അത്യാവശ്യം വരാം. ഇത് വേറൊരു റൂം. ഈ റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അറ്റാച്ച്ഡ് ബാത്റൂം. മറ്റേത് കണ്ട പോലെ തന്നെ സെറ്റില്ലാണ്ട്. ഇനി നമുക്ക് കാണാനുള്ള അടുക്കളയാണ്. അടുക്കള സ്ലാബും ഡ്രോളും അറകളൊക്കെ പിടിപ്പിച്ചു. തൊട്ടടുത്ത് ഈ ഹാളിൽ നിന്ന് കയറി വരുമ്പം നീളത്തിലുള്ളൊരു ഹാളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഞാൻ കണ്ട ഒരു ചെറിയൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഊണുമുറി എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അതിപ്പോൾ ഈ ഹാള് പകുതിയാക്കി തിരിച്ചിട്ട് അവിടെ എവിടെയെങ്കിലും വീട്ടുകാർ തന്നെ സെറ്റ് ചെയ്യേണ്ടി വരും.
പോകുമ്പോഴാണ് ഈ അറിയുന്നത്. വീടൊക്കെ നല്ലതാണ്, പക്ഷെ ഒരു 3 റൂം, ഒരു ഡൈനിങ് റൂം, അതും കൂടി ആ ഒരു രീതിയിലായിരുന്നു പ്ലാനെങ്കിലും ഒന്നുകൂടി നല്ലതായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് വീടിന് ചുറ്റും കുറച്ചൊരു പറമ്പ്, ഒരു 10-12 സെൻറ്റ് ഒരാൾക്കുണ്ടായിരുന്നെങ്കിൽ ഒരു 2 വാഴയെങ്കിലും കുഴിച്ചിടാൻ പറ്റുമായിരുന്നു. അതൊന്നും പറ്റില്ല. അപ്പം ഡ്രെയിനേജൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഇതിനകത്തൂടെ വയറും പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇവിടെ നമ്മളിപ്പോൾ ഈ ഇറങ്ങിയ സ്ഥലത്ത് 140 വീടാണെന്ന് പറഞ്ഞേ. പിന്നെ അതുപോലെ തന്നെ വേറെ സ്ഥലത്താണ് അടുത്തുണ്ടാക്കുന്നത്, കണ്ടില്ലേ ഈ ഭാഗത്ത്, അതും അത്രയും തന്നെ ഉണ്ട്. അങ്ങനെ കുറേ ഏരിയയിലായിട്ടാണ് ഇങ്ങനെ ഓരോ ബ്ലോക്കുകളായിട്ടാണ് കുറേ വീടുകളായിട്ടുണ്ടാക്കുന്നത്. അപ്പം വീടുകളൊക്കെ കണ്ടതിൽ ഉണ്ടാക്കിയ വീടൊക്കെ നല്ലതാണ്. ചെറിയ പോരായ്മകളുണ്ട്. ചെറിയ പോരായ്മ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ കഴിഞ്ഞൊക്കെ നല്ല രീതിയിൽ ജീവിച്ച ആൾക്കാരുണ്ടാവും, ചെറിയ ആൾക്കാരും ഉണ്ടാവും. അപ്പം ഇപ്പം ഇവിടെ വന്നപ്പോൾ ഇപ്പം എല്ലാവരും ഒരേപോലെയായി, ഒറ്റ രാത്രി കൊണ്ട്. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ 3-4 റൂമിലൊക്കെ കിടന്നുറങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഈ വീടിനെന്ന് പറഞ്ഞാൽ ഒറ്റ 2 റൂമുകളേ ഉള്ളൂ. പിന്നെ ഊണുമുറി എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അപ്പോൾ എല്ലാവരും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക, അതേ പറ്റുള്ളൂ ഇവിടേക്ക് വരുന്നവർക്ക്. പിന്നെ ഒരു ചെറിയ പച്ചക്കറി നടാനോ ഒരു തെങ്ങ് നടാനോ അതിനുള്ളൊന്നും ഒരു സൗകര്യമില്ല. അപ്പോൾ അതിനൊക്കെ ഇവരെന്ത് ചെയ്യുന്നുള്ളതൊന്നും അറിയത്തില്ല. ഇനി സർക്കാർ വേറെ പറമ്പ് കൊടുക്കുമോ സ്ഥലമായിട്ട് കൊടുക്കുമോ അതൊന്നും അറിയത്തില്ല. ആഴ്ചക്കാർ ഒരുപാട് പേര് ആൾക്കാരിങ്ങനെ വന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ ഫുള്ള് ഓപ്പണായി കൊടുത്തേക്കണോണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഇവരുടെ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തേക്കാണ്. ഉരുൾപൊട്ടിയ ചൂരൽമലയിലേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. അവിടെ കടത്തി വിടുമില്ലെന്നൊന്നും അറിയത്തില്ല, എന്നാലും നമുക്ക് പോയി നോക്കാം. അപ്പം നമ്മൾ ചൂരൽമലയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നതിൻ്റെ ഇടയിൽ കൽപ്പറ്റയിൽ നമ്മൾ മേപ്പാടി കൂടിയാണ് ചൂരൽമലയ്ക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് ഭക്ഷണം കഴിക്കാൻ കയറിയതാട്ടോ. മേപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹോട്ടൽ, നല്ല അടിപൊളി നാടല്ലേ. പുറകിൽ നല്ല ഒരു ഇതാണ്, തേയിലത്തോട്ടാണ്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ 2ാം നിലയിലാണ് വീടിൻ്റെ 2ാം നിലയിലാണ് ഹോട്ടൽ ഉണ്ടാക്കിയേക്കണേ. അപ്പോൾ അതിൻ്റെ ജനലിൽ കൂടിയും വാതിലിൽ കൂടിയൊക്കെ പുറത്തേക്ക് നോക്കിയാൽ ഫുള്ള് നല്ല പൊക്കത്തിൽ തേയിലത്തോട്ടങ്ങൾ കാണാം. അപ്പോൾ ഒരു ഊട്ടിയിലൊക്കെ ചെന്ന ഒരു ഫീലാണ് അവിടെ കുത്തിരിക്കാൻ. നല്ല തണുപ്പും വരുന്നുണ്ട് ഈ ചൂടത്ത്. അപ്പോൾ ഈ വഴി കൂടി പോകുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചോറും കറിയായിരുന്നു, സാമ്പാറും മീൻകറിയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ നേരെ ചൂരൽമലയ്ക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ ചൂരൽമല അങ്ങാടിയിൽ വന്ന് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്ന ഫ്ലക്സ് ആട്ടോ ഇത്. ഇതിലൊരു 300 പേരുടെ ഫോട്ടോസാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ കൂടുതൽ ആൾക്കാരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇത് അവിടുത്തെ അങ്ങാടിയിലത്തെ കടകളൊക്കെയാണ്. എല്ലാം കല്ലും മണ്ണും ഒക്കെ വന്ന് കയറി എല്ലാം നശിച്ചു പോയ അവസ്ഥയിലാണ്. അപ്രവശത്ത് കുറേ കടകളുണ്ട്, അതൊക്കെ ഇപ്പോൾ അവർ നന്നാക്കി എടുത്താണ്. അതൊക്കെ നശിച്ചു പോയതായിരുന്നു. പക്ഷേ ഇതൊന്നും നന്നാക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാം പോയി. ഇതൊക്കെ ഇനി പൊളിച്ച് കളയാനേ പറ്റുള്ളൂ. ഇതൊക്കെ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റൊക്കെ ആയിരുന്നു, അതൊക്കെ പോയി. അപ്പോൾ ഇതാണ് പട്ടാളക്കാരുണ്ടാക്കിയ ബേലിപ്പാല. ഇത് അപകടം നടന്ന് 2 ദിവസം കൊണ്ട് അവരുണ്ടാക്കിയതാണിത്. 8 ദിവസം കൊണ്ടുണ്ടാക്കിയ പാലാണിത്. അപ്പം പട്ടാളക്കാരുടെ ബാംഗ്ലൂരുള്ള വിഭാഗമാണ് ഇതുണ്ടാക്കിയത്. അതിൻ്റെ ലെങ്ത്തും റോഡും സ്പീഡൊക്കെയാണ് ഇത് ചെയ്യുന്നത്, വണ്ടി പോകേണ്ട സ്പീഡൊക്കെ. അപ്പം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇരുമ്പിൻ്റെ പലകളുണ്ടല്ലേ, വീതി കുറഞ്ഞിട്ട് നീളത്തിലുള്ള പലകളാണ്. അപ്പം ഈ ഒരു ഇതൊരു പുഴ പോലും അല്ലായിരുന്നു. ഇവിടെ ഒരു പുഴയൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ വെള്ളം ഒലിച്ചിറങ്ങി പുഴയുടെ രൂപത്തിലായതാണ്. അതുകൊണ്ടാണ് ഇവിടെ പാലം ഉണ്ടാക്കേണ്ടി വന്നത്.
പാലത്തിന് കണ്ടില്ലേ, ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് തൂണുകളില്ല. അതാണ് ഈ ബെയിലി പാലത്തിൻ്റെ പ്രത്യേകത. ഇങ്ങനെ അറ്റാച്ച് ചെയ്താണ് ഇതിങ്ങനെ നീളത്തിൽ പോയേക്കണത്. എന്നിട്ട് അതിൻ്റെ ലോഡിങ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ ഭയങ്കരമാണ്. ഒരു വണ്ടി പോകുന്നതൊക്കെ കണ്ടു. അപ്പോൾ അതൊരു ഇത്രയും ലോഡ് താങ്ങുന്നതുകൊണ്ടാണല്ലോ, അവരുടെ വലിയ ട്രക്ക് വരെ ഇതിനകത്തോടെ പോയതാണ്. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റിനെ പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പം എൻ്റെ ഇപ്പോൾ ഈ പുറകിൽ കാണുന്ന ഭാഗമുണ്ടല്ലോ, അതൊരു സ്കൂളായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ സ്കൂൾ ഉപയോഗിക്കുന്നില്ല. ആ സ്കൂളിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ പോയി. കണ്ടില്ലേ, ഒരു കെട്ടിടം അതിൻ്റെ ഏതാണ്ട് 3/4 ഭാഗത്തോളം മണ്ണിനടിയിലായിപ്പോയി. അപ്പോൾ അത്രയും പൊക്കത്തിൽ മണ്ണും ചെളിയും വന്ന് അടിച്ചിട്ടുണ്ട് അവിടെ. അപ്പുറഭാഗം ആ സ്കൂളിൽ ഇപ്പോൾ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അതൊക്കെ നിർത്തി, അതിൻ്റെ കുറേ ഭാഗം തകർന്നിട്ടുണ്ട്. നമ്മളൊന്നും അങ്ങോട്ടേക്കൊന്നും കടത്തി വിടില്ല. പിന്നെ 1-2 വീടുകൾ നമുക്കിവിടെ തകർന്നതൊക്കെ കാണാൻ പറ്റും. കണ്ടല്ലേ, ആ കാണുന്ന 3-4 വീടുകൾ മുഴുവനായിട്ടും പോയതാണ്. അടിഭാഗമൊക്കെ ഫുള്ള് പോയി. ആദ്യം വന്നവരൊക്കെ അതിനകത്തേക്കൊക്കെ അവരൊക്കെ പോയിട്ടുണ്ടെന്നാണ്. കണ്ടില്ലേ, പുറകിലുള്ള വീടുകളൊക്കെ ഫുള്ള് പോയി, എല്ലാം നശിച്ചു പോയി. ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഫുള്ള് പോയി. ആ വീടിൻ്റെ മേൽക്കൂര അടക്കം പോയി. വല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ. ഇത് നോക്കിയത് 2 കാറുകൾ പോകണമെന്നില്ലേ. ഇതിൻ്റെ മുകളിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്, വലിയൊരു ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ അങ്ങോട്ടുള്ളവർക്ക് ശരിക്കും അങ്ങോട്ടേക്ക് ജീപ്പിനാണ് വിടുന്നത്. ഇവരെന്താ കാറിന് കയറി പോകണമെന്ന് അറിയില്ല. അവർ പോലീസുകാരോട് കുറേ തർക്കിക്കുന്നതൊക്കെ കേട്ടായിരുന്നു. എന്താ അറിയില്ല, ആൾക്കാരൊന്നും പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. ഒരു പോലീസുകാരനോട് നിൽപ്പുണ്ട്. പാവം വെള്ളം വെയിൽ കൊണ്ട് മടുത്ത് നിൽക്കുക. വരുന്ന ആൾക്കാരോടൊക്കെ സമാധാനം പറഞ്ഞു. ഈ കാണുന്നതാണ് ഒരു അമ്പലത്തിൻ്റെ അവശിഷ്ടമാട്ടോ ഈ കാണുന്നത്. കണ്ടില്ലേ, ആൽമരമൊക്കെ. അപ്പം ഈ പാലത്തിൻ്റെ അടിയിലായിരുന്നു അത്. അപ്പോൾ അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്ന പോലെയാണ് തോന്നണത് കണ്ടിട്ട്. അമ്പലം ഫുള്ളായിട്ടും പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇത്രയും വലിയ കല്ലുകളൊക്കെയാണ് വന്ന് ഇങ്ങനെ കിടക്കുന്നത് ആ സ്ഥലത്ത്. ഇതിനെ കഴിഞ്ഞ് വലിയ കല്ലുകളൊക്കെ. ഇതൊക്കെ വന്ന് ഇങ്ങനെ കിടക്കണമെങ്കിൽ ആ വെള്ളം എമ്മാതിരി രീതിയിലാക്കി വന്നിട്ടുണ്ടാവുക. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നതിൻ്റെ മുകളിലേക്ക് ഇനിയിപ്പോൾ ആളുകളെ കിടത്തി വിടൂല കേട്ടോ. ഇതിന് മുകളിലേക്ക് പോയാലാണ് ഈ ഒരുപാട് വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ച സ്ഥലമൊക്കെ അവിടെയാണ്. പക്ഷെ അവിടേക്കൊന്നും ഇപ്പോൾ ആരെയും കടത്തി വിടുന്നില്ല. ഏറ്റവും കൂടുതൽ അപകടം പറ്റിയത് അവിടെയാണ്. ഇതൊക്കെ താഴെയുള്ള ഭാഗം മാത്രം. ഈ വീടുകളൊക്കെ കണ്ടില്ലേ, ഇതുപോലെ ഒരുപാട് വീടുകൾ മുകളിലുണ്ട്. അവിടേക്കൊന്നും വിടില്ല. ഇത് അവിടെയുള്ള എന്തോ ഒരു പാടിയോ സ്കൂളിൻ്റെ എന്തോ ഭാഗമൊക്കെയാണ്. ഇതൊക്കെ ഫുള്ളല്ല, അതിൻ്റെയൊക്കെ അടിഭാഗമൊക്കെ കുറേ നശിച്ചു പോയിട്ടുണ്ട്. ഇനി അവിടെയൊക്കെ ഉപയോഗിക്കുമെന്നുള്ളതൊന്നും അറിയത്തില്ല. ഇതാ വെള്ളം ഒലിച്ചു വന്ന സ്ഥലമാണിത്. അവിടെയാണ് ആ സ്കൂളുള്ളത്. കണ്ടില്ല, ആ സ്കൂളിൻ്റെ ഒരു ഭാഗമൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ഈ കാണുന്ന മലയുടെ അങ്ങാപ്പുറം വലതുവശത്തു നിന്നാണ് പറഞ്ഞത് ഉരുൾ പൊട്ടി വന്നത്. ഇത്രയും ദൂരെ, അതായത് ശരിക്കും പറഞ്ഞാൽ ഇതാ ഈ കാണുന്ന ഭാഗമുണ്ടല്ലോ, ആ സൈഡിൽ നിന്നാണ് ഉരുൾ പൊട്ടി ഇങ്ങനെ ചെരിഞ്ഞ് വന്ന് വലതുവശത്തേക്ക് പോയിട്ട് അവിടെ ഒരുപാട് വീടുകളുള്ളൊരു സ്ഥലമുണ്ട്. അവിടെയും ഫുള്ള് പോയി നശിപ്പിച്ച് വന്നിട്ട് ഇതിലെ കൂടി ഒഴുകി ഇവിടം വരെ എത്തിയത്. ഇടതുവശത്തേക്കാണ് ഒരുപാട് നാശനഷ്ടം സംഭവിച്ച ആളുകൾ മുഴുവൻ പോയത്. അവിടേക്ക് ഇവരിപ്പോൾ ആളുകളെ കടത്തി വിടുന്നില്ല. ഇതിന് മുമ്പ് വന്നവരൊക്കെ പോയിരുന്നു. ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചതിന് ശേഷം ഭയങ്കരമായിട്ട് ആളുകൾ വരുന്നതുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ അവരങ്ങോട്ടേക്ക് ആളുകളെ കടത്തി വിടുന്നില്ല. അപ്പം നമുക്കത് വീഡിയോ എടുക്കാനും പറ്റിയില്ല. അതുകൊണ്ട് ഈ വരുന്ന രീതിയിൽ ത്രികോണം രീതിയിലാണ് ഇങ്ങനെ വെള്ളം വന്ന് ഇതിലെ കൂടി ഇങ്ങനെ വന്ന് ഒലിച്ചു പോയെന്നാണ് പറയുന്നത്. അല്ലാതെ നേരെ ഒരു വരവല്ല ഇത് വന്നത്. എന്തായാലും അവിടെ എത്തുമ്പോൾ ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ആളുകളുടെ മുഖത്തായാലും എല്ലാം കണ്ടില്ല, ഇവിടെയൊക്കെ ഫുള്ള് നശിച്ച് ഇതൊന്നും ഇനി ഒരിക്കലും വീണ്ടെടുക്കാൻ പറ്റാത്ത രീതിയിൽ പോയി. ഇനി ഇവിടെ മരിച്ചുപോയ ആളുകളെ മറവ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, സ്മൃതിവനം. ഞങ്ങൾ അവിടെ പോയി, പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം വളരെയേറെ ദയനീയമായൊരവസ്ഥയാണ് അവിടെ.
ഇതിലെ കൂടി നടന്നോ അല്ലെങ്കിൽ വണ്ടിക്കോ പോയിട്ട് വേണം നമുക്കവിടെ എത്താൻ. കുറച്ച് ഉള്ളിലേക്ക് പോകണം. അതൊക്കെ കുറച്ചുകൂടി ഒരു നല്ലൊരു നിരന്ന സ്ഥലത്ത് കുറച്ചുകൂടി ഒരു ടൗൺ പ്രദേശത്തൊക്കെ വെക്കേണ്ടതായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ പോകുന്ന വഴിക്ക് കാണുന്നതാണിത്. ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയവർ. ഈ ഏരിയ ഇങ്ങനെ ആളുകൾ കൂടുന്നതുകൊണ്ട് തന്നെ ഫുൾ എല്ലായിടത്തോടെയും ടൂറിസ്റ്റുകളാക്കി. ഇപ്പോൾ പോകുന്ന വഴിക്കുള്ളൊരു സംഭവമാണിത്, സ്മൃതി വനത്തിലേക്ക്. ഞാനത് അങ്ങോട്ട് ഞങ്ങൾ പോകുന്നുണ്ട്, പക്ഷേ അത് വീഡിയോയിൽ എടുക്കുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ കൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മുകളിലത്തെ കാഴ്ചകളും കൂടി എടുക്കാമെന്ന് കരുതിയൊക്കെയാണ് ഞങ്ങൾ പോയത്. പക്ഷേ അങ്ങോട്ടേക്ക് ഇപ്പം കടത്തി വിടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ വീടുകളാണെന്ന് പറഞ്ഞത് എല്ലാം. അപ്പോൾ അതിനിടയിലൊക്കെ പോയിട്ട് വല്ല അപകടവും നമുക്ക് പറ്റിയാൽ പിന്നെ അതിനും അവർ തന്നെ ഉത്തരവാദികളായിരിക്കും. അതുകൊണ്ട് അവരിപ്പോൾ ആളുകളെ കടത്തി വിടുന്നില്ല. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പിന്നെ കാണാം.